സാർ, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നേരത്തെ ഒരു F-35 യുദ്ധവിമാനം വന്നിറങ്ങി നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത, 4 അജ്ഞാത വിമാനങ്ങൾ അവിടെ വന്നിറങ്ങിയിരിക്കുന്നു, അതും 2 മണിക്കൂറിൻ്റെ ഇടവേളയിൽ. എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ദുരൂഹതയുണ്ട്. അതായത് നേരത്തെ ഈ F-35 കാര്യം പറഞ്ഞില്ലേ, അതെ, അത് കേടുവന്നിട്ട് അവിടെ കിടന്നാന്ന് പറഞ്ഞിട്ട് കുറക്കാലം കിടന്നു. അതെ, അത് കഴിഞ്ഞ് വന്ന് നന്നാക്കി കെട്ടി വലിച്ചുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയായി. എല്ലാ ആഗോള മാധ്യമങ്ങളിലും അത് വലിയ ഇതിനെപ്പറ്റി ഇടക്കിടക്ക് ഇങ്ങനെ എപ്പോ പോവും. അവർ ആദ്യം വന്നിട്ട് അത് ശരിയാക്കാൻ പറ്റുന്നില്ല, ഒരു ടീം വന്നു, ശരിയായില്ല, അടുത്ത ടീം വരുന്നു, അല്ലേ? മാത്രമല്ല അന്ന് പറഞ്ഞത് ഇത് അതിന്റെ സിസ്റ്റം മുഴുവൻ ജാം ചെയ്തു എന്നാണ്. അത് ഇന്ത്യക്ക് അത്തരം ടെക്നോളജി ഉണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ ചർച്ചയൊക്കെ വന്നു. പിന്നെ അതിന്റെ ആധികാരികത ഒന്നും ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ വെച്ചിട്ട് പുറത്തു വിടാഞ്ഞതായിരിക്കാം. എന്തായാലും തിരിച്ചുപോയി. അപ്പോ ഇന്നലെ 11:45 രാവിലെ 11:45 മുതൽ 1:30 വരെ ആണ് ഈ 4 വിമാനങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് വിമാനങ്ങളാണോ ഹെലികോപ്റ്ററുകളാണോ എന്ന് പോലും നിശ്ചയമില്ലാത്ത വണ്ണമാണ് ഈ ഫ്ലൈറ്റ് ട്രാക്കിംഗ് സംവിധാനത്തിൽ നിന്നാണ് ഇത് മനസ്സിലായിരിക്കുന്നത് പുറത്തുള്ളവർക്ക്. അപ്പോൾ അത് വിമാനമാണോ ഹെലികോപ്റ്റർ ആണോ എന്നൊക്കെ സംശയം. കാരണം ഇത് വ്യാജ ഐഡിയ, ഇതിൻ്റെ ഒക്കെ രജിസ്ട്രേഷനും ഒക്കെ. അപ്പോൾ 4 മിസ്റ്ററി ലാൻഡിങ്ങുകൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇന്നലെ നടന്നു. അമേരിക്കയുടെ ആണ് നടന്നിരിക്കുന്നത്. 4 എണ്ണം ഏതൊക്കെയെന്ന് പറയാം. ഒരെണ്ണം, ആദ്യത്തത് കോയമ്പത്തൂരിൽ നിന്ന് രാവിലെ 9:30 പുറപ്പെട്ട ഒരു വിമാനം 11:15 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ N546UH. N എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് അമേരിക്കയാണ്. ഫ്ലൈറ്റ് രജിസ്ട്രേഷനിൽ, കാറിൽ രജിസ്ട്രേഷനിൽ ഓരോന്നില്ലേ, ഓരോ ജില്ല എന്ന് പറയുന്ന പോലെ. 2, കൊച്ചിയിൽ നിന്ന് 12:15 പുറപ്പെട്ട വിമാനം 1:30 തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തു. അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ N53VS. മൂന്നാമത്തത് എവിടെ നിന്നെന്ന് അറിയില്ല, ആ വിമാനം തിരുവനന്തപുരത്ത് 12:30 ലാൻഡ് ചെയ്തു. N3713 അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ. നാലാമത്തത് 11:45 കിഴക്കഞ്ചേരി ഭാഗത്ത് ആദ്യം കണ്ടു. പറയുമ്പോൾ പാലക്കാടല്ലേ അത്, കിഴക്കഞ്ചേരി. അവിടെ പ്രത്യക്ഷപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് പറന്ന വിമാനം N5344W. ഇങ്ങനെ 4 വിമാനങ്ങൾ. N ആണല്ല. അപ്പൊ അതുകൊണ്ടെല്ലാം അമേരിക്കയാണ് എന്ന് വേണം കരുതാൻ. ഈ ഫ്ലൈറ്റ് ട്രാക്കിംഗ് സൈറ്റുകളിലാണ് ഇത് കണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഏത് ഇനമാണ്, വിമാനമാണോ ഹെലികോപ്റ്റർ ആണോ, ഇതൊന്നും അത്ര കൃത്യമല്ല. പൊതുവായി എന്നിലാണ് രജിസ്ട്രേഷൻ തുടങ്ങിയത്. അത് ഞാൻ പറഞ്ഞില്ലേ, അമേരിക്ക ആണ് എന്നുള്ളത്. എല്ലാം നിലവിലില്ലാത്ത രജിസ്ട്രേഷനാണ്. അപ്പൊ വ്യാജ നമ്പർ പ്ലേറ്റ് വെക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഇപ്പോ ആഗോളമായിട്ട് നിലവിലില്ലാത്ത രജിസ്ട്രേഷൻ നമ്പറാണ് ഓരോന്നിലും ഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ രജിസ്ട്രേഷൻ നമ്പർ ഇല്ലാതെ വന്നു കഴിഞ്ഞാല് ഇത് ആളുകൾ ശ്രദ്ധിക്കുമല്ലോ, മൊത്തം കുഴപ്പമാണെന്ന് തോന്നും. അപ്പൊ ഒരു നമ്പർ വേണമല്ലോ. നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിലവിലില്ലാത്ത രജിസ്ട്രേഷനാണ്. അമേരിക്കൻ വ്യോമയാന അതോറിറ്റി, അതായത് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ FAA, അവർക്ക് അവരുടെ രജിസ്ട്രേഷൻ ഒന്നും ഇങ്ങനെ നിലവിലില്ല. രജിസ്ട്രേഷനിൽ സാധാരണഗതിയിൽ തെറ്റൊക്കെ വരാം ട്രാക്കിംഗ് സൈറ്റുകളല്ലേ ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അവയ്ക്ക് തെറ്റ് വരാം. എങ്ങനെ? വിമാനത്തിന്റെ ട്രാൻസ്പോണ്ടറുകൾ തെറ്റായ വിവരം പങ്കുവച്ചു എന്ന് വരാം. വിവരം തെറ്റായി ഡീകോഡ് ചെയ്തതാണെന്നും വരാം. പക്ഷേ 2 മണിക്കൂർ വ്യത്യാസത്തില് ഒരേ ഇടത്ത് 4 വിമാനം ഇറങ്ങുകയാണല്ലോ. അപ്പൊ തെറ്റ് വരില്ല. അതിൻ്റെ അകത്ത് വിവരങ്ങളില് പാടില്ല. ഒരേ സ്ഥലത്താണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. അതും 2 മണിക്കൂർ വ്യത്യാസമേ ഉള്ളൂ, പല ദിവസത്തെ ഒന്നുമല്ല. അപ്പൊ ഇതില് തെറ്റ് വന്നിട്ടില്ല.
അപ്പം മനഃപൂർവം തെറ്റായ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിരിക്കുന്നു. അതാണ് മനഃപൂർവം. അതെന്തിന്? പിന്നെ FAA, ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി, അമേരിക്കയുടെ വ്യോമയാന അതോറിറ്റി സ്വകാര്യ അഡ്രസ്സുകൾ ഇങ്ങനെ കൊടുക്കാം. അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാകാം. ഡമ്മി രജിസ്ട്രേഷൻ എന്ന് പറയാം. കുറെ കാര്യങ്ങൾ മറച്ചു വെക്കാനുണ്ടെങ്കിൽ ഡമ്മി രജിസ്ട്രേഷൻ കൊടുത്തു എന്ന് വരാം. അതെന്താന്ന് വെച്ചാൽ ഡമ്മി രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ രജിസ്ട്രേഷനിന് ഉണ്ടല്ലോ. അപ്പൊ ഇതെന്തൊരു അജ്ഞാത സംഭവമാണെന്നുള്ള ജിജ്ഞാസ ഒഴിവാക്കാം. ആരും അത് ശ്രദ്ധിക്കില്ല, ജിജ്ഞാസയൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് കൊടുക്കുന്നതാണ്. ഇതിന് ഇനി വിമാനത്തിന് ഈ രജിസ്ട്രേഷൻ നമ്പറിന് പുറമെ ഹെക്സ് കോഡ് എന്ന് പറഞ്ഞൊന്നുണ്ട്. അതും അമേരിക്കയുടെ തന്നെയായിരുന്നു, ഈ 4ന്റെ. എന്താണത്? ഉദാഹരണത്തിന് നമുക്ക് ഇതിൽ ഒരു വിമാനം എടുക്കാം, N546UH എന്ന് പറഞ്ഞ വിമാനം. അതിൻ്റെ ഹെക്സ് കോഡ് A6F330, അതാണ് എക്സ് കോഡ്. അങ്ങനെ ഓരോന്നിനും എക്സ് കോഡ്. അതും അമേരിക്കയുടെ തന്നെ ആയിരുന്നു. ഈ ചെയ്തിരിക്കുന്നതൊന്നും നിയമവിരുദ്ധമല്ല. ഇന്ത്യയുടെ അധികാരികൾ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ, ചോദിച്ചിട്ടും ആയിരിക്കുമല്ലോ, ഞങ്ങൾ ലാൻഡ് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്. ശരി, രഹസ്യമായിട്ട് എന്തെങ്കിലും നിഗൂഢമായിട്ടൊക്കെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നേക്കാം. ഇത്രയും വിവരങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത് മുഴുവൻ എപ്പോഴും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്ത് ജേക്കബ് കെ ഫിലിപ്പ് സപ്ലൈ ചെയ്തിട്ടുള്ള വിവരങ്ങളാണിത്. ജേക്കബ് കെ ഫിലിപ്പ് എഞ്ചിനീയറാണ്. മലയാള മനോരമയിൽ പത്രാധിപ സമിതിയിൽ ഉണ്ടായിരുന്ന ആളുമാണ്. അദ്ദേഹം മുഴുവൻ സമയവും ഈ ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ജേക്കബ് ഫിലിപ്പ്. എപ്പോൾ എന്ത് വിമാനാപകടമൊക്കെ ഉണ്ടായാലും ഇദ്ദേഹം എന്താണ് പറയുന്നതെന്ന് ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ ലാൻഡിങ്ങുകൾ നിയമവിരുദ്ധമല്ല, നമ്മൾ അറിഞ്ഞിട്ടൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ എന്തിനായിരുന്നു ഈ വിമാനങ്ങളിൽ ആരാണ് ഉണ്ടായിരുന്നത്? കുറച്ച് ദുരൂഹതയുണ്ട്. സാർ, F-35 എന്ന് പറയുന്ന ഒരു വിമാനം വന്നിറങ്ങിയപ്പോൾ അന്ന് പറഞ്ഞത് UK-യുടെ ഒരു യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്നാണ് തിരുവനന്തപുരത്ത് നിരീക്ഷിക്കാനായിട്ട് വന്നു. നമ്മുടെ റഡാർ സംവിധാനങ്ങളുടെ പരിധിയിൽ അത് പെടുമോ എന്ന് അവർ പരീക്ഷിക്കാൻ ശ്രമിച്ചു. നമുക്ക് അത്തരത്തിലുള്ള ചില വിമാനങ്ങൾ വരികയാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ ജാം ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് അത്തരം ടെക്നോളജി ഒക്കെ ഉണ്ടാവും. നമ്മൾ ജാം ചെയ്തതാണ്, ഹാക്ക് ചെയ്താണ്, അങ്ങനെയൊക്കെ വരാം. പിന്നീട് അവർക്ക് എഞ്ചിൻ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു സോഴ്സ് കോഡോ വല്ലതും വീണ്ടെടുക്കണം, അല്ലെങ്കിൽ അത് ആ കോഡ് നമ്മുടെ വ്യോമപാത ലംഘിച്ചു F-35. അപ്പൊ നമ്മൾ അതിനെ ജാം ചെയ്തു. അതെ, എന്നല്ലേ എന്ന് പറഞ്ഞു. അതെ, അങ്ങനെ നമ്മൾ ആ ജാം ചെയ്ത വിമാനം വീണ്ടും അവിടുന്ന് പറന്നു വരണമെങ്കിൽ ആ ജാം ചെയ്ത് നമ്മൾ തന്നെ അത് റിലീസ് ചെയ്യണമെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ജാം ചെയ്തെന്നും പറയുന്നില്ല, റിലീസ് ചെയ്തെന്നും പറഞ്ഞില്ല. പക്ഷേ UK-യിൽ നിന്ന് തന്നെ എഞ്ചിനീയേഴ്സ് അടക്കം ഇവിടെ വന്നിട്ടും ഇത് പണിയാൻ പറ്റുന്നില്ല, ശരിയാക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ആ വിമാനത്തിൽ അന്നുണ്ടായിരുന്ന പൈലറ്റ് ഒന്നും മൂത്രമൊഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോലും തയ്യാറല്ല. അപ്പോൾ ആ രഹസ്യങ്ങൾ ചോരും എന്നുള്ള പേടി. എന്തായാലും ഇവിടുന്ന് ഇത് കൊണ്ടുപോകാൻ മഴയും വെയിലും ഏറ്റു കിടന്നു. നമ്മുടെ വിമാനങ്ങൾ സൂക്ഷിക്കുന്ന ആ മേഖലയിലേക്ക് മാറ്റാന്ന് പറഞ്ഞിട്ട് അനുവദിച്ചില്ല. ഹാങ്ങറിലേക്ക് മാറ്റാൻ സമ്മതിക്കുന്ന മഴയൊക്കെ കിടന്നു. അന്ന് തന്നെ വലിയ കോമഡി ആയിട്ട് എടുത്തു. അടുത്ത ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ കൊണ്ടുപോകാനൊക്കെ. ഇവിടെ ഇപ്പം 4 വിമാനങ്ങൾ അല്ലെങ്കിൽ ഈ ഹെലികോപ്റ്ററൊക്കെ വന്ന് ഇറങ്ങുന്നു. അതിൽ ആരാണ്, എന്താണ്? അപ്പം ഒന്ന് കോയമ്പത്തൂരിൽ നിന്നാണ്, ഒന്ന് കൊച്ചിയിൽ നിന്നാണ്, ഒന്ന് അജ്ഞാതമാണ്, പിന്നെ ഒന്ന് പാലക്കാടൻ മേഖലയിൽ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തന്നെ രാജ്യാന്തര തലത്തിലുള്ള ചില ഇടപാടുകൾ ഇതിന് പിന്നിൽ ഉണ്ടാവില്ലേ? എന്തോ ഉണ്ട്, അതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്. ഇത് എന്തിനാണ് വന്നതെന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ അകത്ത് ആളുകളും ഉണ്ടാവുമല്ലോ. അതെ, മിനിമം ക്രൂ ഉണ്ടാവും, 4 പേരോ ഒക്കെ ഉണ്ടാവും. അതെ, ഇവരാരാണ്? അവരെന്തെങ്കിലും ചരക്കുമായിട്ട് വന്നതാണോ, അതോ അവര് പ്രതിരോധവുമായി ബന്ധപ്പെട്ട ആളുകളാണോ? എന്തായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്? ആരായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്? ഇത് നമ്മുടെ സർക്കാർ പറയാതെ നമുക്കറിയാൻ പറ്റില്ല. എന്തായാലും വ്യോമ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ ഈ വിമാനങ്ങൾ 4 എണ്ണമൊന്നും വന്നൊരു എയർപോർട്ടിൽ ഇറങ്ങില്ല. ഇന്റർനാഷണൽ എയർപോർട്ട് കൂടിയാണ്. അപ്പൊ അങ്ങനെ ഇറങ്ങാൻ സൗകര്യം ചെയ്യണം. അല്ലെങ്കിൽ യാത്രാ വിമാനങ്ങളൊക്കെ ഇറങ്ങുന്നതിന്റെ ഇടയ്ക്ക് ഇത് യാത്രാ വിമാനമൊന്നും അല്ലല്ലോ. അല്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ഏതാണ്ട്
നേരത്താണ്. അതെ, പട്ടാപ്പകൽ നമുക്ക് പറയാം അല്ലെ. മാത്രമല്ല അതിനകത്ത് ദുരൂഹത ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് തന്നെ ഈ വിവരം ചോർന്നു പോകാമായിരുന്നു. അപ്പോൾ അത് ചോരരുതെന്ന് നിഷ്കർഷ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ വിവരങ്ങൾ പുറത്തു വരാത്തത്. അപ്പോൾ സാറിന് തന്നെ പരിചയമുള്ള ഒരാളായതുകൊണ്ട് അത്തരം വിവരങ്ങൾ കൂടുതൽ കിട്ടി എന്നുള്ളതാണ്. വരും മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ ഇതിൻ്റെ ഒരു ദുരൂഹത വെളിപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.